അപ്പോൾ നമുക്കൊരു പാട്ട് കൂടി ആയാലോ? പാടാം. ശരി. അനാർക്കലി ഇഷ്ടപ്പെടുന്ന, അനാർക്കലിയുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന, അനാർക്കലിയുടെ ചിരി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി. ഓക്കെ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കൊടിയഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, ആദ്യാനുരാഗരാമഴ, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. സൂപ്പർ. ഇതാണ് അനാർക്കലിയുടെ ആ ശബ്ദത്തിന്റെ ഒരു ഭംഗി. ഈ അടുത്ത കാലത്ത് സിനിമയിൽ പാടിയ പാട്ട് ഏതാ? മന്ദാകിനിയിലെ തന്നെ മഞ്ചാടി എന്ന് പറഞ്ഞിട്ട്. ഈ മന്ദാകിനി സിനിമയിലാണ് നായകൻ ആദ്യരാത്രിയിൽ എന്തോ അല്ലേ എന്തോ സംഭവിക്കുന്നതാണ്. ആദ്യരാത്രിയിൽ കള്ളുപിടിച്ച് ഔട്ടാവുന്നതും ടോട്ടലി ഔട്ടായി. അതാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം. അമ്പിളി എന്നതായിരുന്നു കഥാപാത്രം അല്ലേ? അപ്പൊ ആ പാട്ട് ആ രണ്ടുപേരെയും കൂടി ഒന്ന് നമുക്കിപ്പോ പാടിയാലോ? മന്ദാകിനി. മഞ്ചാടി പൂവോ നീ, കണ്ണാടി ചേലോ നീ, ഉള്ളിൽ സൂചി മുള്ളാലേ, മുള്ളിൻ കോർത്ത കണ്ണാലേ, നിന്നിൽ കണ്ണു വെച്ച് ഞാൻ ഇന്നലെ, നിന്നെ കണ്ട നേരത്ത് ഉള്ളിൽ മേഘമൽഹാറ്, മോഹക്കായലാകെ നീലാമ്പല്, വിധുമുഖിയേ മധുമതിയേ, ചിരി പകരും നേരത്ത്, പകലിരവും ജനിമൃതിയും ചിരമിനിയോ ദൂരത്ത്. സൂപ്പർ. ഒരു പ്രേക്ഷകൻ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ, ഞാൻ അൺകംഫർട്ടബിൾ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞു. അത് അൺകംഫർട്ടബിൾ ഒന്നും അല്ലല്ലോ. അത് അറിയണം, നാട്ടുകാർ അറിയണം. അപ്പം കാരണം ഈ ലിവിങ് കാലങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ ബന്ധങ്ങളും സ്വഭാവങ്ങളും ഒക്കെ മാറും അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ പഴയ പരമ്പരാഗത രീതിയൊന്നും അല്ലല്ലോ. ഇപ്പം ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറയുന്നത് പുതിയ രീതിയുടെ ഭാഗമാണ്. അതൊക്കെ എല്ലാവരും സമൂഹം അംഗീകരിക്കുന്ന ഒരു രീതിയാണ്. പുതിയ തലമുറയുടെ വൈബിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ? ഞാൻ പുതിയ തലമുറയാണ് എന്നാണ് അനാർക്കലി പറയുന്നത്. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ, പാട്ടുകളുണ്ട്, വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒക്കെ വരാം. ഇത്തവണ ഓണം സെപ്പറേറ്റ് ആയിട്ട് സുഹൃത്തുക്കളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനാണ് തീരുമാനം അല്ലേ? അങ്ങനെയും ഉണ്ട് കേട്ടോ. അതൊക്കെ മാറി അല്ലേ? വീട്ടിൽ മാത്രമുള്ള പരമ്പരാഗതമായിട്ടുള്ള ഓണമൊന്നുമല്ല. സുഹൃത്തുക്കൾക്കൊപ്പം ഒരു വില്ല എടുക്കുക, ഒരു റിസോർട്ട് എടുക്കുക. അത് 1-2 അല്ല, 10-30 സുഹൃത്തുക്കളുണ്ട്. ഉദ്ദേശിക്കുന്ന പോലെ 3-4 സുഹൃത്തുക്കളുടെ പരിപാടിയൊന്നും അല്ല. 10-30 പേര് ഒരുമിച്ച് അല്ലേ? ഗ്രാൻഡ് പരിപാടിയാ. അവിടെ പൂക്കളമൊക്കെ ഇടുവോ? പൂക്കളം ഇടും, വടംവലി ഉണ്ടാവും, ഗെയിംസ് ഒക്കെ ഉണ്ടാവും, കരോക്കെ ഗാനമേള. അടിപൊളി. വേണമെന്ന് നമ്മൾ നേരത്തെ നമ്മൾ സ്പോൺസർ ചെയ്തേനെ.